ആരാ ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ നരസിംഹ മന്നാടിയാർ. ഗംഗയിൽ നിമഞ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധി നിനക്കറിയില്ല. നിയമത്തോടൊപ്പം നിന്ന് ആ മനുഷ്യൻ കരുണ കാണിച്ചത് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെയാണ് നീ നിന്റെ കൂട്ടരും ചേർന്ന് തല്ലി ജീവച്ഛവം പോലെ കിടത്തിയിരിക്കുന്നത്. ഇനി എന്റെ ഊഴമാണ്. നീ എണ്ണി തുടങ്ങിക്കോ. ബല തപ്പിക്കോ, നാളെ രാവിലെ വന്നാൽ മതി. സാർ, താനെങ്ങനെ ഇവിടെ കയറിയെന്നായിരിക്കും. അത് പഠിപ്പിക്കാനല്ല മന്നാടിയാർ വന്നത്. Hands up. Move. Move. യൂണിഫോം ഇട്ടിട്ട് നീ ഇതുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. ഒരു മൂന്നാംകട റൗഡിക്ക് വേണ്ടി അച്ഛന്റെ പ്രായമുള്ള ആ സാധു മനുഷ്യന്റെ ചെകിട്ടത്ത് നീ അടിച്ചു അല്ലേ നരിമാൻ? നരിമാൻ, അടിക്കൂ എന്റെ ചെകിട്ടത്ത്. വിത്ത് പ്ലഷർ സർ. ജോലി രാജിവെക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ അടിക്കരുത്, ഞാൻ നിന്റെ സുപ്പീരിയർ ഓഫീസറാ. മാരാർ സാർ ആരായിരുന്നു? നിന്റെ സുപ്പീരിയർ ആയിരുന്നില്ലേ? എന്നിട്ട് ആ മനുഷ്യന്റെ ചെകിട്ടം നീ കൈവീശി അടിച്ചില്ലേ? സല്യൂട്ട് ചെയ്യുന്ന കൈ കൊണ്ട് അടികൊള്ളുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ? നാട്ടിൽ കഴിയുന്ന നിന്റെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാത്തത്. ഇനി നീ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മന്നാടിയാർ അത് ഓർക്കില്ല. Excuse me, one Mr. Fernandez from Bombay. ഏത് റൂമാ? 506.
എന്താ കേസ്? അടിപിടി കേസാ, ഒരാഴ്ചത്തെ റിമാൻഡില്ല. സബ് ജയിലിലൊന്നും സ്ഥലമില്ലേടോ. സ്ഥലമില്ലാത്തോണ്ടല്ലേ സാർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഒപ്പിട്. രണ്ടുപേരും ജയിൽ ഡ്രസ് കൊടുക്കും. അലിയൻ ചത്തപ്പോ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? അതെ, മന്നാടിയാർ തന്നെ. ജയിലെന്താ മന്നാടിയാർക്ക് നിഷിദ്ധാണോ? എന്റെ അനിയനെ നീ? അതെ, ഞാൻ തന്നെ. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരുത്ത നീ വെട്ടി നുറുക്കിയപ്പോ ഞാൻ സഹിച്ചെന്ന് കരുതിയോ? ക്ഷമിച്ചെന്ന് കരുതിയോ നീ? പകരത്തിന് പകരം മാത്രം ചെയ്ത് പക തീർക്കാൻ മന്നാടിയാർ നിന്നെ പോലെ നാലാന്തര ക്രിമിനൽ അല്ല. ചത്ത് ശവമായിട്ടേ നീ ജയിലിന് പുറത്തേക്കിറങ്ങൂ. അതിനാ ഞാൻ വന്നത്. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ഒരുങ്ങിയിരുന്നോ നീ? കള്ളമാണ്, പച്ചക്കള്ളം. അടിയും പിടിയും റിമാൻഡും എല്ലാം അവന്റെ ബുദ്ധിയാ. അവനാണ് എന്റെ അനിയനെ കൊന്നത്. ഇവിടെ ഇപ്പോ അവൻ വന്നിരിക്കുന്നത് എന്നെ കൊല്ലണ്ട. ഇവിടെ വെച്ചോ? ജയിലിനകത്ത് അവന്റെ ഒരു അഭ്യാസവും നടക്കില്ല മുതലാളി. നമ്പേരെ, മന്നാടിയരെ തനിക്കറിയില്ല. വെറുതെ അല്ല ഞാൻ അവനെ ഹാഫ് മാൻ ഹാഫ് ലയൺ എന്ന് വിളിച്ചത്. എനിക്കൊത്ത എതിരാളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ ഈ ജയിലിൽ നിന്ന് പുറത്താക്കണമെന്ന്. റിമാൻഡിൽ കഴിയുന്ന അവനെ എന്ത് കാരണം പറഞ്ഞ് ഞാൻ പുറത്താക്കും മുതലാളി? എന്നെ ഒറ്റ കൊടുക്കാൻ തനിക്ക് എത്ര പണം തന്നു മന്നാടിയാർ? ഇല്ല മുതലാളി, ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കില്ല. എങ്കിൽ എന്നെ ഈ ജയിലിൽ നിന്ന് മാറ്റണം. മാറ്റാനോ? എങ്ങോട്ടേക്ക്? ഈ സ്റ്റേറ്റിൽ വേറെ സെൻട്രൽ ജയിലില്ലേ? അതൊക്കെ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ മുതലാളി? തന്നെ കൊണ്ട് വയ്യെങ്കിൽ SP രാമദാസിനോട് പറ. രാംദാസ് സാറ് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുക. മുതലാളി അറിഞ്ഞില്ലേ? എങ്കിൽ ആഭ്യന്തരമന്ത്രി വിളിക്കേ. ആഭ്യന്തരമന്ത്രി ഞാൻ വിളിക്കാനോ? വിളിക്കും, താൻ വിളിക്കും. മന്ത്രി കെട്ടുകണക്കിന് പണം കൈനീട്ടി വാങ്ങിയിട്ടില്ലേ? ചെന്ന് വിളിക്കേ. ഹൈദർ മരക്കാർ പറഞ്ഞു എന്ന് പറയാലോട്. എന്താ നരിമാൻ? നാളെ രാത്രി ഹൈദർ ഇവിടുന്ന് കണ്ണൂർ ജയിലിലേക്ക് മാറ്റാൻ ഓർഡർ ആയിട്ടുണ്ട്. അവസാനം നമ്മൾ വിചാരിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട് അല്ലേ? അതെ. തന്നോട് കൂറുള്ള ചിലരെങ്കിലും ഈ ജയിലിൽ കാണില്ലേ? ഉണ്ടെങ്കിൽ വരട്ടെ നമ്പ്യാരെ. താമസിയാതെ തന്നെയും കണ്ണൂർ ജയിലിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യിച്ചോളാം. പോരെ? ശരി.
അവർക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഡ്രൈവർ വഴി തെറ്റി. എടോ തന്നോടല്ലോ പറഞ്ഞ വണ്ടി നിർത്താൻ. എടോ വണ്ടി നിർത്താൻ. എടോ തന്നോടല്ലേ പറഞ്ഞത് വണ്ടി നിർത്താൻ. സൗകര്യപ്പെടില്ല. ഈ വണ്ടി നിർത്തേണ്ടടത്തെ നിർത്തൂ. പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ച വണ്ടിയിലുള്ള ഒരെണ്ണം ബാക്കി ഉണ്ടാവില്ല. ഇത് കണ്ടോ? ബോംബാ, ടൈം ബോംബ്. എല്ലാത്തിനെയും കൊണ്ടേ ഞാൻ പോവൂ. നോ, ഷൂട്ട് ചെയ്യരുത്. നോ. വേഗം Hands up! Hands up! തന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മന്നാടിയാർക്ക് സമം മന്നാടിയാർ തന്നെ. നോക്ക് താഴെ. തനിക്ക് ആവശ്യം തന്നെയല്ലേ? അതിന് ഈ പോലീസുകാരെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടോ? ആ, മന്നാടിയാർ ധീരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ അതിന് യോജിക്കുന്ന വിധത്തിൽ എന്നെ ജയിച്ചുള്ളൂ. ഹരിമാൻ, ഹൈദരുടെ ബലം കഴിക്ക്. സർ. ഭദ്ര, കീഴെടുക്ക്.
ഹൈദരെ, നിയമത്തിന്റെ തൂക്കുമരത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. പക്ഷേ മന്നാടിയാരുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടില്ല. നിനക്കുള്ള വധശിക്ഷ ഞാൻ നടപ്പാക്കും. മേൽപ്പറഞ്ഞ കേസിലെ ഒന്നാം പ്രതിയായ നരസിംഹ മന്നാടിയാരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 324 വകുപ്പുകൾ പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഒന്നാം പ്രതി എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്തതിനാൽ രണ്ടാം പ്രതിയായ ഭദ്രനെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് ഈ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കാശി, മഹാരാജാവ് കൽപ്പിച്ചെന്ന തൊഴിൽ തുടരാൻ വന്നല്ലേ, ഇനി അത് നടക്കും. നീ തന്നെ വേണം എന്നെ തൂക്കാൻ. കന്നി തൂക്കാൻ കൈമറക്കരുത്. ഞാനും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നെ മാത്രം അങ്ങനത്തെ മാപ്പ് സാക്ഷിയാക്കി. നിനക്ക് ഞാൻ അഭയം തന്നതാണ്. അഭയം കൊടുത്ത ഒരുത്തനെ കുരുതു കൊടുക്കാൻ പാടില്ല. നീ ജീവിതം ആരംഭിച്ചിട്ടില്ലേ ഉള്ളൂ. മൈത്രി, മുത്തച്ഛൻ പറയാറുണ്ട്, ധീരനൊരിക്കലേ മരിക്കൂ, ധീര 1000 പ്രാവശ്യം ചത്തുപിഴയ്ക്കുമെന്ന്. പറയൂ, നിന്റെ മന്നാടിയില് ധീരമായിട്ട് മരിക്കുന്നത് കാണാൻ നീ ആഗ്രഹിക്കുന്നു. എല്ലാം താങ്ങാനുള്ള ശക്തി കാമാക്ഷി വരുത്തണം നിനക്ക് തരട്ടെ. ശരീരമല്ലെങ്കിലും എന്റെ ആത്മാവ് നിന്നോടൊപ്പം ഉണ്ടാവും എപ്പോഴും. Ha ha ha!